ഹലോ ഗൈസ്, നമുക്ക് പി ടി സിൻ്റെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് നേരെ ഇവിടെ വൺ ഡേ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും അപ്പാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ബി ടി സി നല്ല അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടിയും ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ എന്തായാലും അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്, ഈ റേഞ്ചിലായിട്ട് വരുന്നത് 106. അപ്പോൾ അടുത്ത ഇത് ബ്രേക്ക് കഴിഞ്ഞ് നേരെ ഇവിടെ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ, പിന്നെ ഇവിടുന്നൊരു പുൾ ബാക്ക് ഉണ്ടാവും, ചെറിയൊരു പുൾ ബാക്ക് താഴോട്ടുണ്ടായിരിക്കും, ഒരു 102 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മൂവ് ഇതിൻ്റെ 4 അവർ ലോ ടൈം ഫ്രെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ബ്രേക്കൗട്ട് ആയിട്ടില്ല, ബ്രേക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ഇവിടെ വരെ വരും. ഇനി അടുത്ത 20-ാം തീയതിയാണ് ട്രംപിൻ്റെ ഇനാഗുറേഷൻ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് നല്ല അപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ തന്നെ അപ്പാവാൻ ബി ടി സിയും ബാക്കിയുള്ള ആൾട്ട് കോയിൻസൊക്കെ നല്ല അപ്പാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ വൺ ഡേ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കൺഫർമേഷനാണ്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കായി ഇനിയിപ്പോൾ നാളത്തെ ഇപ്പോൾ ഈ ഡേ ക്യാൻഡിൽ നാളെ ക്ലോസ് ചെയ്ത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ബുള്ളിഷ് ഒരു കൺഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഈ ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടാവും. ഇനി അടുത്ത വീക്കിലി നോക്കുകയാണെങ്കിൽ വീക്കിലി എന്തായാലും ഇപ്പോൾ 2 ദിവസം കൂടി ഉണ്ട്. ഇനി വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി നല്ല രീതിയിൽ ഒരു അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തായാലും ഇതും ബ്രേക്ക് ചെയ്തിട്ട് മുന്നത്തെ ഹോൾ ടൈം ആയി ബ്രേക്ക് ചെയ്തിട്ട് എന്തായാലും അടുത്തൊരു 120 റേഞ്ചിലൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ അടുത്ത് നമുക്ക് ഡൊമിനൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡൊമിനൻസ് ഒരു ഡൗൺ ട്രെൻഡാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു, പിന്നെ നേരെ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ഒരു ഫീജ് ഉണ്ടായിരിക്കും, അതെടുത്തിട്ട് നേരെ താഴോട്ട് വീണ്ടും ഇവിടുന്ന് ചെറിയൊരു പുൾ ബാക്ക് വീണ്ടും ഇനി അടുത്ത് താഴോട്ടായിരിക്കും. ഇവിടെ നേരെ ഇനി ഒരു 54% വരാനുള്ള ചാൻസ് ഉണ്ട് മുന്നത്തെ. അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ആൾട്ട് നല്ലൊരു റാലി ഉണ്ടാവും, നല്ലൊരു ഇതാണ് ആൾട്ട്, നല്ലൊരു പമ്പ് കാണാം ആൾട്ട് കോയിൻസിൽ. ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്, ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് പോകുന്നത്. നമുക്ക് എതീരം നോക്കി വെക്കാം. എതീരത്തിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ. ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലോ ടൈം ഫ്രെയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡും റിവേഴ്സിലാവും. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ്, 3900 സംതിങ്ങിൽ. ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്തിട്ട് പുൾ ബാക്ക് ഉണ്ടാവും. പിന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എതിരും അടുത്തൊരു ഓൾ ടൈം ക്രിയേറ്റ് ചെയ്യുള്ളൂ. എതിരും ക്രിയേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ആൾട്ട് കോയിനൊക്കെ അപ്പോൾ പമ്പാകാൻ തുടങ്ങും. ഇതുവരെ ഒരു ഓൾ ടൈം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലും ഇപ്പോൾ ഇതിലാണ് പോകുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്, ബ്രേക്ക് ആവണം. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ റേഞ്ചിൽ 2900 സംതിങ്ങിൽ. അപ്പോൾ